ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തെ ചെറുകിട കർഷകർക്ക് ആശ്വാസമായി കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. വർഷം തോറും 6000 രൂപയാണ് പദ്ധതി പ്രകാരം ലഭിക്കുന്നത്. 2000 രൂപ വീതം 3 ഗഡുക്കളായാണ് ഈ തുക 9 കോടിയിലധികം കർഷക കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത്. 22ാം ഗഡു വിതരണം കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയിരുന്നു. ഇപ്പോൾ 23ാം ഗഡുവിനായുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. 23ാം ഗഡുവായ 2000 രൂപ എന്നാണ് ആർക്കൊക്കെ ലഭിക്കുമെന്ന് നോക്കാം. സാധാരണയായി ഓരോ 4 മാസം കൂടുമ്പോഴാണ് ഗഡുക്കൾ വിതരണം ചെയ്യുന്നത്. 22ാം ഗഡു 2026 മാർച്ച് പകുതിയോടെയാണ് വിതരണം ചെയ്തത്. ഈ സാഹചര്യത്തിൽ അടുത്ത ഗഡു 2026 ജൂലൈ മാസത്തിൽ ലഭിക്കാനാണ് സാധ്യത. തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി ആർക്കൊക്കെയാണ് ഈ തുക ലഭിക്കുമെന്നുകൂടി നോക്കാം. 22ാം ഗഡു വിതരണം ചെയ്ത പ്രകാരം PM കിസാൻ പോർട്ടലിൽ KYC പൂർത്തിയാക്കിയ കർഷകർക്ക് മാത്രമേ തുക അനുവദിക്കൂ. ബാങ്ക് അക്കൗണ്ടുമായി ആധാർ കാർഡ് നിർബന്ധമായും ബന്ധിപ്പിച്ചിരിക്കണം. അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സൗകര്യം പ്രവർത്തനക്ഷമമായിരിക്കണം. എന്താണ് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നാൽ, അതായത് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനായി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സംരംഭമാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. സർക്കാർ രേഖകളിൽ ഗുണഭോക്താക്കളുടെ ഭൂമിയുടെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാൽ, PM കിസാൻ ആനുകൂല്യം ലഭിക്കുന്നതിന് KYC നിർബന്ധമാണ്. PM കിസാൻ പോർട്ടൽ വഴിയോ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇത് ചെയ്യേണ്ടതാണ്. ഗുണഭോക്താക്കൾക്ക് PM കിസാൻ്റെ വെബ്സൈറ്റ് pmkisan.gov.in സന്ദർശിച്ച് സ്റ്റേറ്റസ് പരിശോധിക്കാവുന്നതാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ പണം എത്തുമോ എന്ന് പരിശോധിക്കാൻ ഔദ്യോഗിക വെബ്സൈറ്റായ pmkisan.gov.in സന്ദർശിക്കുക. ശേഷം നോ യുവർ സ്റ്റാറ്റസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറോ മൊബൈൽ നമ്പറോ നൽകുക. അതിനുശേഷം ക്യാപ്ച കോഡ് നൽകി സബ്മിറ്റ് ചെയ്യുന്നതോടെ നിങ്ങളുടെ സ്റ്റേറ്റസും മുൻപത്തെ ഗഡുക്കൾ ലഭിച്ച വിവരവും അറിയാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ PM കിസാൻ ആനുകൂല്യം ലഭിക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും തങ്ങളുടെ സ്റ്റേറ്റസ് മൊബൈൽ വഴി ചെക്ക് ചെയ്യാവുന്നതാണ്. ആനുകൂല്യം തുടർന്നും ലഭിക്കാൻ KYC നിർബന്ധമായി പൂർത്തിയാക്കേണ്ടതാണ്. സമീപ വർഷങ്ങളിൽ 1.12 കോടിയിലധികം പേരുകൾ ഗുണഭോക്താ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. ആനുകൂല്യം തുടർന്നും ലഭിക്കാൻ KYC നിർബന്ധമായി പൂർത്തിയാക്കേണ്ടതാണ്. KYC പൂർത്തിയാക്കാത്ത അക്കൗണ്ടുകളെയാണ് നീക്കം ചെയ്തത്. യോഗ്യരായ പുതിയ കർഷകർക്കും ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്.